Hello all, welcome back to the channel. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പോയിന്റേഴ്സ്. സി പ്രോഗ്രാമിംഗ് പോയിന്റർ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ വേരിയബിൾ ദാറ്റ് സ്റ്റോർസ് ദ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. പോയിന്റർ എന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ആണ്, അത് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്, മറ്റൊരു വേരിയബിൾ അഡ്രസ്. ഇറ്റ് കൻ ബി എനി ടൈപ്പ്, ലൈക്ക് ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, അങ്ങനെ ഏത് ടൈപ്പും ആയിരിക്കാം ഇവിടെ പറയുന്ന വേരിയബിൾ. ഇത് ഡിക്ലെയർ ചെയ്യുന്നത് യൂസിങ് സ്റ്റാർ, അതായത് ആസ്ട്രിക് സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പോയിന്റ് വേരിയബിൾ ഡിക്ലെയർ. ഓക്കെ, അപ്പൊ അത് അതിന്റെ വാല്യൂ നമ്മൾ ആക്സസ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡീറെഫറൻസ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മൾ ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യാണ്, ഇന്റ് എക്സ് ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പൊ എക്സിലുള്ള വാല്യൂ എന്താണ്, ഈ എക്സിന് മെമ്മറിയിൽ ഒരു അഡ്രസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ അഡ്രസ് എന്താണ്, 0x, ഒരു എക്സ് അഡ്രസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ പോയിന്റർ ഡിക്ലെയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്റ് അതായത് ഡാറ്റ ടൈപ്പ്, നമ്മുടെ ആസ്ട്രിക് സൈൻ പറയും, സ്റ്റാർ വേരിയബിൾ പറയും പി. അപ്പൊ പി ആണ് പോയിന്റർ. ഓക്കെ, ഇങ്ങനെ അർത്ഥം എന്താ വെച്ചാൽ പി ഈസ് പോയിന്റർ ടു ആൻ ഇൻറ്റിജർ വേരിയബിൾ. ഒരു ഇൻറ്റിജർ വേരിയബിളിലേക്കാണ് പോയിന്റ്. ഓക്കെ, ഇന്റ് സ്റ്റാർ പി, ഇതുപോലെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഇന്റ് സ്പേസ് സ്റ്റാർ പി എന്ന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോ ഇന്റ് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പോയിന്ററിലേക്ക് നമ്മൾ എന്ത് വാല്യൂ ആണ് ആക്സസ് ചെയ്യാൻ പറ്റുക, അതിലേക്ക് അസൈൻ ചെയ്യുന്ന വാല്യൂ ഇപ്പോൾ ഒരു അഡ്രസ് ആയിരിക്കും, അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അപ്പൊ ഈ എക്സ് എന്ന് പറഞ്ഞ വേരിയബിളിന്റെ അഡ്രസ് ആണ് ഈ പോയിന്ററിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു 10 ഇവിടെ ഉണ്ട്, അതിന്റെ അഡ്രസ് ആണിത്. അപ്പൊ പി എന്ന പോയിന്ററിൽ എന്തുണ്ടായിരിക്കുക, അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, ഈ എക്സിന്റെ അഡ്രസ് ആയിരിക്കും. ഈ പിന് വേറെ അഡ്രസ് ഉണ്ടായിരിക്കും, ബട്ട് അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്തായിരിക്കും, എക്സിന്റെ അഡ്രസ് ആയിരിക്കും. ഓക്കെ, പി ഉപയോഗിച്ച് പോയിന്റർ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇതിന്റെ വാല്യൂസ്, ഈ എക്സിന്റെ വാല്യൂസ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ അടങ്ങിയിട്ടുള്ളത്, കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് എക്സിന്റെ അഡ്രസ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, എക്സിന്റെ വാല്യൂ ആക്സസ് ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്ക് കോഡിലോട്ട് പോവാം. ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു വാരിയബിൾ ഡിക്ലെയർ ചെയ്യണം. ഇന്റ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് ആ വാല്യൂ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യണം. പ്രിന്റ് ഓഫ് നമുക്ക് ഉപയോഗിക്കാം %d /n x. നമ്മൾ എന്ത് ചെയ്തു, പ്രിന്റ് ഓഫ് എക്സിന്റെ വാല്യൂ നമ്മൾ കൂടെ പ്രിന്റ് ചെയ്തു. വാല്യൂ ഓഫ് എക്സ് നമുക്ക് ആ എക്സിന്റെ അഡ്രസ് കൂടി ഒന്ന് പ്രിന്റ് ചെയ്യണം. അപ്പൊ നമുക്കിവിടെ അഡ്രസ് എക്സ് ഈസ് ഈക്വൽ ടു, നമുക്ക് എക്സ് അഡ്രസിന്റെ വാല്യൂ നമുക്ക് പ്രിന്റ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് എക്സ് ഉപയോഗിക്കാം, അഡ്രസ് ഉപയോഗിച്ച് നമുക്കിവിടെ എന്ത് പറയാം, ആൻഡ് എക്സ്, അല്ലെങ്കിൽ %p യൂസ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇതിന്റെ അഡ്രസ് ഓപ്പറേറ്റർ. ഓക്കെ, ജസ്റ്റ് നമുക്ക് ബിൽഡ് ആൻഡ് റൺ ചെയ്യാം. വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10 കിട്ടി, അതിന്റെ അഡ്രസ് ഈസ് ഈക്വൽ ടു നമുക്കൊരു എക്സ് അഡ്രസ് വാല്യൂ കിട്ടി. ഓക്കെ, ഇതെങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് അതിന്റെ അഡ്രസ് പ്രിന്റ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മളൊരു പോയിന്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുക. ഡാറ്റ ടൈപ്പ് പറയാം, ആസ്ട്രിക് പറയാം,
പി ഈസ് ഈക്വൽ ടു നമുക്ക് ഇതിലേക്ക് എന്ത് വാല്യൂ അസൈൻ ചെയ്യാം? ഇതിന്റെ എക്സിന്റെ അഡ്രസ് അസൈൻ ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിക്കുന്ന നമ്മൾ ആൻഡ് എക്സ് അല്ല, നമ്മൾ സ്കാനഫ് ഒക്കെ ചെയ്യുമ്പോൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ അതിന്റെ അഡ്രസ് വേരിയബിൾ ആണ് ഇവിടെ ആൻഡ് എക്സ്. അപ്പൊ ഇനി നമ്മൾ ജസ്റ്റ് ഇതിന്റെ അഡ്രസ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഞാൻ തന്നെ അത് കോപ്പി ചെയ്യുന്നു. അഡ്രസ് ഓഫ് പി എന്ന് പറയാം. എന്നിട്ട് നമ്മളോട് പി പറഞ്ഞു കൊടുക്കാം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് എക്സ് ഈക്വൽ ടു 10 പറഞ്ഞു. ഇവിടെ നമ്മളൊരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇൻറ്റ് സ്റ്റാർ പി ഈസ് ഈക്വൽ ടു നമ്മൾ ഇതിന്റെ അഡ്രസ് ആൻഡ് എക്സ് കൂടെ പറഞ്ഞു. അപ്പോൾ പോയിന്ററിലേക്ക് നമ്മൾ എന്ത് അസൈൻ ചെയ്യാൻ പറ്റും? നമുക്ക് മറ്റു വേരിയബിളിന്റെ അഡ്രസ് അസൈൻ ചെയ്യാം. അപ്പോൾ മറ്റു വേരിയബിളിന്റെ ഒരു അഡ്രസ് കൂടെ അസൈൻ ചെയ്തു, എക്സിന്റെ അഡ്രസ് കൂടെ അസൈൻ ചെയ്തു. ഇത് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. ഒന്ന് ബിൽഡ് ചെയ്യാം. കണ്ടോ, വാല്യൂ ഓഫ് എക്സ് ഇസ് കണ്ടിട്ട്. രണ്ടാമത്തെ കേസ് അഡ്രസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അഡ്രസ് ഇവിടെ കിട്ടി. ഇനി അഡ്രസ് ഓഫ് പോയിന്റർ എന്ത് കിട്ടി? നമുക്ക് സെയിം വാല്യൂ ഉണ്ടോ, എക്സിന്റെ സെയിം അഡ്രസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ പിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ അഡ്രസ് വേരിയബിൾ. അഡ്രസ് ഓഫ് പി ഈസ് ഈക്വൽ ടു സെയിം അഡ്രസ്. ഓക്കെ, ഇതിനുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ജസ്റ്റ് കോപ്പി ചെയ്യാം. വാല്യൂ ഓഫ് പി, വാല്യൂ പെർസെന്റേജ് ഇവിടെ നിന്ന് നോക്കാൻ പറ്റും. ഇവിടെ പിക്ക് പകരം നമുക്ക് എന്താ പറയാം, സ്റ്റാർ പി. ഓക്കെ, ഇവിടെ സ്റ്റാർ പി എന്ന് വെച്ചാൽ എന്താ പ്രിന്റ് ചെയ്യുന്നത്? ഇതിലുള്ള വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രിന്റ് ചെയ്യാം. കേട്ടോ, വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 10. അഡ്രസ് എന്താണ്? സെയിം അഡ്രസ് ആണ്. എക്സിനും പിക്കും സെയിം അഡ്രസ്. വാല്യൂ ഓഫ് പി ഈസ് ഈക്വൽ ടു എത്രയാണ്? 10. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പോയിന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സിലുള്ള വാല്യൂ നമുക്ക് ഗെറ്റ് ചെയ്ത് കിട്ടി. ഓക്കെ, സപ്പോസ് ഇതിലുള്ള വാല്യൂ ഞാൻ ചേഞ്ച് ചെയ്ത് 10 എന്നുള്ളത് 15 ആക്കുക. സ്റ്റാർ പി ഈസ് ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിലുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ വെച്ചാൽ എന്താണ്? ഇങ്ങനെ വെച്ചാൽ സ്റ്റാർ പി എന്ന് വെച്ചാൽ ഇതിന്റെ വാല്യൂ, പി എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നത് അഡ്രസ് ആണ്. സ്റ്റാർ പി എന്ന് വെച്ചാൽ അതിന്റെ വാല്യൂ, ആ വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്തു, 15 ആക്കി. ഓക്കെ, ഇപ്പൊ നമ്മൾ പോയിന്റിലുള്ള വാല്യൂ നമുക്ക് ഒന്നുകൂടെ പ്രിന്റ് ചെയ്യാം. പ്രിന്റ് ഓഫ് വാല്യൂ ഓഫ് പി, സ്റ്റാർ പി നമ്മൾ പ്രിന്റ് ചെയ്യാം. ഓപ്പറിലൊക്കെ കറക്റ്റ് തന്നെ. വാല്യൂ ഓഫ് എക്സ് 10 വന്നു, വാല്യൂ ഓഫ് പി ഈസ് ഈക്വൽ ടു 10 വന്നു. പിന്നെ കണ്ടോ, നമ്മളിപ്പോ വാല്യൂ ചേഞ്ച്, വാല്യൂ ഓഫ് പി എന്തായി? 15 ആയി. അതായത് പിയിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്തിട്ട് എന്തായി? 15 ആയിട്ട് ചേഞ്ച് ചെയ്തു. പിയിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ രണ്ടും അഡ്രസ് എന്താണ്? സെയിം തന്നെയാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? ഇത് എക്സിലുള്ള വാല്യൂ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ബിൽഡ് ആൻ കഴിയാം. ഇതുണ്ടോ, വാല്യൂ ഓഫ് പി ഈസ് ഈക്വൽ ടു 15, വാല്യൂ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു. ഇപ്പോൾ പോയിന്റിലുള്ള വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും? അത് പോയിന്റ് ചെയ്തിട്ടുള്ള അഡ്രസ്സിലുള്ള വേരിയബിളിന്റെ വാല്യൂസ് ചേഞ്ച് ആവും.
ഓക്കെ. ഇത് നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഇൻഡ് സ്റ്റാർ യൂസ് ചെയ്യാം. ഇത് റൺ ചെയ്യാം കേട്ടോ. ഒന്ന് വീട്ടിൽ നോക്കിയിട്ട് സേവ്. ഓക്കെ. ഓക്കെ, താങ്ക് യു ഗൈസ്.